ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം, ഒരു കുടുംബം ആത്മഹത്യ ചെയ്യണം. അങ്ങനെയാണ് ഈ ഇഷ്യൂ ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷേ നനഞ്ഞു, ഇനി കുളിച്ചേ കയറുന്നുള്ളൂ, അതുകൊണ്ട് പോരാടുകയാണ്. ചിലപ്പം വധഭീഷണി വന്നിരിക്കാം. എനിക്ക് നേരെ വന്ന ഫസ്റ്റ് അലിഗേഷൻ 21ാമത്തെ ദിവസമാണ് ഞാൻ കരയുന്നത്. പ്രായം 33 എന്റെ സ്റ്റേഷൻ പരിധി അടൂർ സ്റ്റേഷനാണ്. ജീവിതത്തിൽ ഏറ്റവും നല്ലവരായിട്ടുള്ളവരാണോ എന്നെ ക്രൂശിച്ചത്? ആണോ? അത് എന്റെ ഫോണിലേക്ക് 11 കണ്ടീഷനുകൾ തരുമ്പോ ഇവരുടെ കണ്ടീഷനുകൾ അനുസരിച്ച് ഞാൻ ജീവിക്കാനിരിക്കുന്ന ഒരു സ്ത്രീയാണോ? പിന്നെ എന്തിനു ഞങ്ങളെ ദ്രോഹിക്കുന്നു? ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഈ എന്റെ സ്ഥാപനം പൂട്ടിക്കണമെന്നുള്ള കാര്യം എന്താണ്? എന്റെ സ്ഥാപനം പൂട്ടിയെങ്കിലേ പറ്റൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തുക. ഫോട്ടോസും വീഡിയോസും എടുത്ത് തറ ചീത്ത വിളിക്കുറ യൂട്യൂബർക്ക് ലൈസൻസ് ഉണ്ടോ? ആ രീതിയിൽ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് രാത്രി തോറും എനിക്ക് മെസ്സേജ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഭീഷണി. നിയമത്തിന്റെ ഏത് തലപ്പത്തും പോയി അത് പരിഹരിക്കാൻ ഞാൻ വില്ലിങ് ആണ്. എന്റെ സീനിയർ സ്റ്റാഫുകളോടൊപ്പമാണ്. താല്പര്യമുള്ളവർക്ക് താഴെ വന്ന് സിംഗിളായിട്ട്. അതിനുശേഷം ഇവരിവിടെ ഇന്റർവ്യൂവിന് വരുമ്പം സ്റ്റാഫുകൾക്ക് ഒരു ഓഫീസ് സൗകര്യം കേരളത്തിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ഓഫീസ് നിർത്തിക്കുക എന്നതായിരുന്നല്ലോ ഇവരുടെയൊക്കെ ലക്ഷ്യം. മാഡം, ഈ ഓഫീസ് നിർത്തിയതായിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് പൊതുവെ നിങ്ങളുടെ സ്റ്റാഫുകളും പൊതുവെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം അതാണ് ചർച്ച. ഓഫീസ് നിർത്തിക്കുക എന്നതായിരുന്നല്ലോ ഇവരുടെയൊക്കെ ലക്ഷ്യം. അപ്പൊ പിന്നെ നമ്മള് ഓഫീസ് ലേഡി സ്റ്റാഫുകളെ വെച്ചിട്ടുള്ള ആ ഒരു ബിസിനസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കണ്ടല്ലോ, ഇവിടെ വന്ന് നേരിട്ട് കണ്ടില്ലേ. അതുപോലെ തന്നെ ഇത് ഇപ്പൊ താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുകയാണോ അതോ പൂർണ്ണമായിട്ട്? അപ്പൊ എന്റെ ബിസിനസ്സിന് നമുക്ക് ഒരാൾക്ക് ഞാൻ നിർത്തുമോ തുടങ്ങുമോ എന്ന് ചോദിക്കാൻ ഇപ്പം കാര്യമുള്ള പബ്ലിക്കിന് ആ ഒരു ഇതില്ലല്ലോ. പിന്നെ എനിക്ക് ബിസിനസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ലല്ലോ. ഇപ്പൊ ഇത്രയും വർഷം കൊണ്ട് നമ്മൾ നേടിയെടുത്തൊരു ബിസിനസ് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് തൽക്കാലം എൻ്റെ സ്റ്റാഫുകളെ വെച്ചിട്ടുള്ള രീതിയിൽ ഓൺലൈൻ ഞാൻ ക്ലോസ് ചെയ്തു. പിന്നെ എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നീട് അതിന്റെ കാര്യങ്ങൾ നോക്കും. ഇപ്പോഴില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ മാനസികമായിട്ട് നമ്മളെ ഈ സ്റ്റാഫുകളും നമ്മൾ ഇത്ര കരുതലോടുകൂടി സ്റ്റാഫുകളോട് നിന്നിട്ട് പോലും അവർ തിരിച്ച് നമ്മളടുത്ത് അതൊരു അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന രീതിയിൽ നമ്മളടുത്ത് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. അതിനെക്കുറിച്ച് എന്താണ്? അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ഞാൻ വീഡിയോ കാണുന്ന ഇനിയൊരു ബിസിനസ് തുടങ്ങാനിരിക്കുന്നവരോടാണെങ്കിലും ഒരു അഡ്വൈസ് എന്ന നിലയിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ സ്റ്റാഫുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുന്ന് ഓരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചും പറഞ്ഞും തരാറുണ്ട്. അപ്പോഴാണ് ഇന്നിന്ന കാര്യങ്ങൾ എൻ്റെ സ്റ്റാഫുകളോട് ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ സ്നേഹിച്ചു ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ റേറ്റ് കുറവിൽ പോലും പ്രോഡക്റ്റ് കൊടുത്ത് ഇങ്ങനെ ഒരു ഓഫീസ് ഈ വീടിനകത്ത് സൗകര്യം നോക്കുക. പലരും പല സ്ഥലങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള ഇത് പറയുന്നുണ്ട്. നമ്മൾ മേളിൽ പോയി നോക്കുക, ഇത്രയും സൗകര്യം കൊടുത്ത്. അപ്പൊ അതിൽ കൂടുതൽ സൗകര്യവും രാവിലെ 10-11 മണി വർക്കിംഗ് ടൈമും ഇത്രയും ഫ്രീഡവും കൊടുത്തപ്പോൾ അവരെനിക്ക് തിരിച്ചു തന്നതെന്ന് പറയുന്നത് എൻ്റെ സ്ഥാപനം പൂട്ടിക്കുക. അവരല്ല, അവരെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ഇപ്പം എനിക്ക് നേരെ വന്ന ഫസ്റ്റ് അലിഗേഷൻ എന്ന് പറയുന്നത് ലേബർ ഇഷ്യൂ ആണ്. ആ ലേബർ ഇഷ്യൂവിൽ 1-2 പേരുടെ മൊബൈലുകൾ, അത് പേഴ്സണൽ മൊബൈൽ അല്ല, ബിസിനസ് സംബന്ധമായി നിങ്ങൾ കേൾക്കണം. ഇപ്പോൾ ഒരു കുട്ടി ഇവിടെ ജോലിക്ക് വരുമ്പോൾ ഇവർ പറയുന്നുണ്ട് എൻ്റെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് വരുന്നതെന്ന്. അഡ്വർടൈസ്മെന്റ് കണ്ടു വരുമ്പോൾ ഞാൻ ഇതുപോലെ ജോബിന് ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കും. അതിലേക്ക് ജോബ് എന്ന് പറഞ്ഞ് ഇവർ മെസ്സേജ് ചെയ്യുമ്പോൾ ഇവർക്ക് ഡീറ്റെയിലുകൾ കിട്ടും. അതിനുശേഷം ഇവരിവിടെ ഇന്റർവ്യൂവിന് വരുമ്പം ഒരുമിച്ചുള്ള ഇന്റർവ്യൂ ആണ്, ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ വന്ന് സിംഗിളായിട്ട് ബയോഡേറ്റ തന്നാൽ മതി എന്ന് പറയും. ആ താല്പര്യമുള്ള ഒരു ബയോഡേറ്റ തരും. അതിനുശേഷം അവരോട് മൺഡേയിലോ വെനസ്ഡേയിലോ ജോയിൻ ചെയ്യാൻ പറയും ട്രെയിനിങ്ങിന്. ഈ 15 ദിവസം ട്രെയിനിങ് കൊടുക്കുന്നത് എൻ്റെ സീനിയർ സ്റ്റാഫുകളോടൊപ്പമാണ്. 1 രൂപ പോലും ഇവരെയും കൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യിപ്പിക്കുകയോ ചെയ്യാതെ ഇവരുടെ കൂടെ ഇരുന്ന് എങ്ങനെയാണ് ബില്ലിങ്, ഓർഡർ എടുക്കുന്ന ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് അറിയാം ഇത് കമ്മീഷൻ ബേസ് ആണെന്നും. ഇന്റർവ്യൂ സമയത്ത് ഞങ്ങൾ പറയുന്നുണ്ട് കമ്മീഷൻ ബേസ് ആണ്. അതിനുശേഷം ഈ 15 ദിവസം ഇത് കണ്ട് മനസ്സിലാക്കി 16-ാം ദിവസം പേരൻസിനെ കൂട്ടി കൊണ്ടുവന്ന്
അവർക്കൊരു ചെറിയൊരു ഫോർമാറ്റ് ഉണ്ട്. അത് അവർ ആ പേരന്റ് ആരാണോ അവർ വായിച്ചു നോക്കി ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതും ചിലപ്പോൾ 18ാമത്തെ ദിവസമായിരിക്കാം, 20ാമത്തെ ദിവസം. ഇവര് കംപ്ലീറ്റ് ഓക്കെ ആണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ജോലിയിലേക്ക് കയറ്റത്തുള്ളൂ. ഈ ജോലി കയറി കഴിഞ്ഞ് എൻ്റെ കൂടെ സന്തോഷത്തെ, സ്നേഹത്തെ, ഓരോ കഥകളുമായിട്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നമ്മളുടെ അടുത്ത് വന്ന് നമ്മുടെ കൂടെ സ്നേഹത്തെ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, ഒരു ദിവസം ഇവർ വരാതിരിക്കും. രാവിലെ വിളിച്ചിട്ട് ഞങ്ങൾ ചിലർ പറയത്തത് പോലും ഇല്ല. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് പ്രോഡക്ട്സ് കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ഇവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അയക്കുന്നില്ലയോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ റിസീവ് ലെറ്റർ തന്ന ഒരു 30 ദിവസമോ 60 ദിവസത്തിനോ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഡിങ് എന്തെങ്കിലും കമ്മീഷൻ ഉണ്ടെങ്കിൽ അതും മേടിച്ച് ഈ എടുത്ത ഓർഡർ ഒരു കംപ്ലൈന്റും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ കമ്മീഷൻ മേടിച്ച് ഈ മൊബൈലും കൊണ്ടുപോകാം. അല്ലെങ്കിൽ ആ മൊബൈലിന്റെ യൂസ്ഡ് റേറ്റ് കൊടുത്ത് ഞങ്ങൾ ഇവിടെ എടുക്കും. ഇതായിരുന്നു ഞങ്ങളുടെ കണ്ടീഷൻ. പക്ഷേ ഇവരെ പുറം ലോകത്തിൽ അറിയിച്ചിരിക്കുന്നത് വളരെ വികൃതമായിട്ടാണ്. ഇവർക്ക് സാലറി ഇഷ്യൂ ഉണ്ടെങ്കിൽ ലേബർ ഓഫീസിൽ അത് പരിഹരിക്കും. അതേപോലെ തന്നെ ഇവർക്ക് മൊബൈൽ സംബന്ധമായ ഇതുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരിഹരിക്കും. കാരണം എനിക്ക് വന്ന ഒരു യൂട്യൂബർമാരോ അല്ലെങ്കിൽ ഇതുമായി യാതൊരു ബന്ധമില്ലാത്തവരോ, ഇപ്പൊ ഒരു കുട്ടിയുടെ പേരന്റ് വരുന്നു, അതിനോട് എനിക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അവർ വരുന്നു, അവരവരുടെ മോളുടെ കാര്യം ചോദിക്കുന്നു, എനിക്ക് പറയാം. ഇത് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരോട് എനിക്ക് സംസാരിക്കണ്ടേ, അവരുപയോഗിക്കുന്ന ഭാഷകൾ അനുസരിച്ച് എനിക്ക് അവരോടൊപ്പം പിടിച്ചു നിൽക്കാനോ എനിക്ക് പറ്റത്തില്ല. അപ്പം പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി കൊടുത്തു, ലേബർ ഓഫീസിൽ കൊടുത്തു. ലേബർ ഓഫീസിൽ 17-ാം തീയതി വിളിച്ചു, ഞങ്ങളുടെ കാര്യം ബോധിപ്പിച്ചു. അവർ ഞങ്ങൾക്ക് സമയം തന്നു. ആ സമയത്തിനുള്ളിൽ ഞങ്ങളുടെ 1-2 കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം CI സാറിന്റെ മുൻപിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ചു. എന്നെയാണ് വിളിപ്പിച്ചത്. ഞാൻ അവിടെ ചെല്ലുന്ന പക്ഷം അവർക്ക് പ്രശ്നപരിഹാരമാണെങ്കിൽ ഒരു അധികാരപ്പെട്ട വ്യക്തി, ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത്. കാരണം ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ബഹുമാനിക്കേണ്ടത് പോലീസ് സ്റ്റേഷൻ, അതുപോലെപ്പെട്ട ഓരോ അധികാരികളെയും ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് അവരെ ബഹുമാനിച്ചേ പറ്റൂ. ഞാൻ സ്റ്റേഷനിലെത്തി CI സാറിന്റെ അടുത്ത് കാര്യവിവരങ്ങൾ ബോധിപ്പിക്കാനായിട്ട് എത്തിയപ്പോൾ അവിടെ ഇവർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു യൂട്യൂബർമാരുമായിട്ട് വരുന്നു. എനിക്ക് അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തെറ്റ് ചെയ്ത വ്യക്തിയല്ല, കൊല ചെയ്ത വ്യക്തിയല്ല, ഞാൻ മറ്റൊന്നും സമൂഹത്തിന് ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളല്ലല്ലോ. ഇത്രയും യൂട്യൂബർമാരോട് എനിക്ക് പോയി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ? എന്നെ വിളിപ്പിച്ച ആൾക്ക് എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. ഞാൻ അവിടുന്ന് പോരുന്നു. അതിനുശേഷം CI സാറിനെ ഞാൻ കണ്ടു. സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ 1-2 പേരുടെ മൊബൈലുകളുണ്ടോ? ആ 15 പേരുടെ പരാതികൾ സാർ എന്നെ കാണിക്കുന്നു. ആ 15 പേരിൽ വളരെ കുറച്ച് പേരുടെ മാത്രമേ ഉള്ളൂ നല്ല എന്ന് വെച്ചാൽ നമുക്ക് ന്യായമായ പരാതികൾ. ആ പരാതിയുടെ പുറത്ത് ഞാൻ പറഞ്ഞു, സാർ ഓരോരുത്തരെ അവരുടെ പേരൻസുമായിട്ട് വിളിക്കുക, അവർ പറയുന്നതിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ അത് കൊടുക്കാൻ തയ്യാറാണ്. സാറും അംഗീകരിച്ചു. ഓക്കെ. കൂടാണ് ഓരോ ദിവസവും രാത്രി ഗൾഫ് നമ്പറുകളിൽ നിന്നും അസമയത്ത് എന്നെ വിളിക്കുകയും എനിക്ക് മെസ്സേജ് ഇടുകയും ഇട്ട് കഴിഞ്ഞിട്ട് പറയുന്നത്, ഞങ്ങള് പൊതുവേദിയിൽ മാപ്പ് പറയണം, ഞങ്ങൾ സമൂഹത്തിന് അത് ചെയ്തു കൊടുക്കണം, ഇത് ചെയ്തു കൊടുക്കണം, സ്റ്റേജ് കെട്ടണം. സ്റ്റേജ് കെട്ടിയതെന്താ എനിക്കറിയത്തില്ല. ഇന്നിപ്പോൾ ഇവിടെ കേരളത്തിലെ നിയമവും നമുക്ക് ഒന്നുമില്ല. ഈ മനുഷ്യരാണോ യൂട്യൂബിൽ ഇരിക്കുന്ന 1-2 പേരുടെ കാര്യങ്ങൾക്കനുസരിച്ചിട്ടാണോ ഇന്ന്? ഇത് എനിക്ക് മാത്രമല്ല, നിങ്ങൾ ഇതേപോലെയുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു യൂട്യൂബ് ചാനൽ, യൂട്യൂബർ എന്ന് പറയുന്നത് അവർക്കൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ, ഒരു വ്ളോഗർ ആയിക്കോട്ടെ, ആ വ്ളോഗ് മാന്യമായി ചെയ്യുക. ഇനി അവർ റിയാക്ട് ചെയ്യുന്നവരായിക്കോട്ടെ, റിയാക്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥാപനം അവർക്കുണ്ടായ തെറ്റുകൾ അത് പ്രൂഫോടുകൂടി വന്നു കഴിഞ്ഞാൽ പരിഹരിച്ചു കൊടുക്കാമെന്ന് അധികാരപ്പെട്ട അതോറിറ്റീസിന്റെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കലാപം ഉണ്ടാക്കുന്നത്? പിന്നെ എന്തിനാണ് ഞങ്ങളെ രാത്രി ഇന്നലെ എനിക്ക് വന്നു പറയാൻ എൻ്റെ പേഴ്സണൽ വാട്സപ്പിൽ എനിക്കൊരു സ്റ്റാറ്റസ് പോലും ഇടാൻ പറ്റുന്നില്ല. ആ രീതിയിൽ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് രാത്രി തോറും എനിക്ക് മെസ്സേജുകൾ വരികയാണ്. ഞാൻ ആർക്കും മെസ്സേജ് ഇടാൻ പോകുന്നില്ല, ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ ഇവര് പറയുന്നത് സമൂഹത്തിന്റെ മുന്നിൽ കല്ലെറിയാനായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചെന്ന് നിന്ന് കൊടുക്കണം. ഇതാണ് ഞങ്ങൾ വെക്കുന്നത്. 11 കണ്ടീഷനുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണോ ലോകം? ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഓരോ വ്യക്തിയും ഈ നാട്ടിൽ ബിസിനസ് ഒന്നും ചെയ്യണ്ടേ? ഈ നാട്ടിൽ ജീവിക്കണ്ടേ?
എത്രയോ പേരെ കൊന്നും വെട്ടിച്ചും തട്ടിച്ചും ഈ നാട്ടിൽ നടക്കുന്ന അവിടെങ്ങും പോയി ഇവർക്ക് ഇത് റിയാക്ട് ചെയ്യണ്ടേ? ഞങ്ങളെ മാത്രം ഈ ദ്രോഹിക്കുന്നത്. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ 1 വർഷമായി ഇത് ഈ വീട്ടിലാണ് ബിസിനസ്. 3 വർഷമായി ഞാൻ ഓൺലൈൻ തുടങ്ങിയിട്ട് 1 വർഷം കൊണ്ട് 40 പിള്ളേരുടെ കഞ്ഞിയിലാണ് കല്ല് വാരിയിട്ടിരിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് അവര് അസ്തമിപ്പിച്ചതെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടും വിയർപ്പുമാണ്. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത? 2 പേരുടെ മൊബൈൽ ഇവിടെ ഇരിക്കുന്നത്. അത് പേഴ്സണൽ മൊബൈൽ അല്ല, ബിസിനസ്സിനായി അവർ പൂർണ്ണ താല്പര്യത്തോടെ എടുക്കുന്ന ഫോൺ. അന്ന് അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആ റൂള് കേട്ടിട്ട് അവരങ്ങ് പോവാൻ എന്താ, എനിക്ക് താല്പര്യമില്ല, നിങ്ങളുടെ ഓഫീസിൽ പറഞ്ഞിരിക്കുന്ന ഈ റൂള് അനുസരിക്കാൻ താല്പര്യമില്ല, മൊബൈൽ എടുക്കാൻ താല്പര്യം, ഇത് പറഞ്ഞു പോയാൽ പോരെ? അവരത് അംഗീകരിച്ച് നിന്നിട്ട് ഇന്ന് ഇവരിവിടെ കാണിച്ചിട്ടിരിക്കുന്നത് എന്താണ്? ഒരു സ്ഥാപനമാണ് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായത്. നല്ല പോലെ ബിസിനസ് ചെയ്തുകൊണ്ട് പോകുന്ന, ടാക്സ് കൊടുക്കുന്ന, എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം ഒരു നിമിഷം ഇത്രയും കുട്ടികളുടെ കല്ല് വാരിയിട്ട് അസ്തമിപ്പിക്കാൻ പറഞ്ഞു. ഇനി കേരളത്തിൽ എങ്ങനെയാണ് ഓരോരുത്തരും ബിസിനസ് കൊണ്ടുപോകുന്നത്? ഇങ്ങനെ കുറെ യൂട്യൂബർ, ഇവർക്ക് ലൈസൻസ് ഉണ്ടോ? ഇവർക്കിങ്ങനെ യൂട്യൂബിൽ കൂടെ മറ്റുള്ള ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യാനുള്ള എന്ത് ലൈസൻസ് ആണുള്ളത്? അവർക്കിപ്പോൾ ഒരിടത്ത് ചെല്ലുന്നു, ഒരമ്മയെ കൊന്നു അല്ലെങ്കിൽ ഒരു ഭാര്യയെ കൊന്നു, അതൊക്കെ ഇട്ടോട്ടെ, ന്യൂസാണ്, സമ്മതിക്കുന്നത്, പൊതുജനത്തിനെ അറിയിക്കുന്നു, അവരുടെ റിയാക്ഷൻ പറയുന്നു. അതിന് പകരം പ്രശ്നപരിഹാരത്തിന് നിയമവും കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ ഉള്ള ഈ കേരളത്തിൽ ഇതുപോലെയുള്ള കുറെ യൂട്യൂബർമാർ ഇറങ്ങി ഒരു സ്ത്രീയെ മുൾമുനയിൽ നിർത്തുക, ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുക, അവരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുക, അവരുടെ വീടിന്റെ മുന്നിൽ വന്ന് ആക്രമണം നടത്തുക, അവരുടെ സ്റ്റാഫുകളെ ഫോട്ടോസും വീഡിയോസും എടുത്ത് തറ ചീത്ത വിളിക്കുക, ഇതൊക്കെയാണോ ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? ഇങ്ങനെ ഇത് മുന്നോട്ട് ഞങ്ങൾ വിട്ടുകൊടുത്താൽ ഇനി എത്ര പേര് ഇതിന്റെ പിന്നിൽ ആത്മഹത്യ ചെയ്യണം? ഇവരെ ഇങ്ങനെ ഇനി വളർത്തി മുന്നോട്ട് വിട്ടുകഴിഞ്ഞാൽ എന്താണ് ഇനി നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത്? തെറ്റ് ചെയ്യാത്ത എത്ര മനുഷ്യരാണ് ഇനി ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്? കാരണം അവരുടെ മുമ്പിൽ മറ്റു ഓപ്ഷൻ ഇല്ല. കള്ളക്കടം മേടിച്ചോ എന്തെങ്കിലും മേടിച്ചോ ആയിരിക്കും ചിലപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അവർക്ക് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെ കുറച്ച് പേര് ചെന്ന് അത് പൂട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഇനി എങ്ങോട്ട് പോകണം? കുറെ ആൾക്കാർ ഇവർക്ക് സപ്പോർട്ടായിട്ടുണ്ട്, സത്യം അറിയാതെ, യാഥാർത്ഥ്യം അറിയാതെ. ഇപ്പൊ ഇന്നും ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കുക, ഓരോ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനുള്ള അവകാശം ഇവിടെ ആർക്ക് കൊടുത്തിട്ടുണ്ട്? എന്റെ സ്ഥാപനം പൂട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അധികാരപ്പെട്ട ആൾക്കാരില്ലേ, അവര് വന്ന് നോക്കിയിട്ട് അവര് പൂട്ടിക്കട്ടെ. അല്ലാതെ ഇവരാണോ എന്റെ സ്ഥാപനം പൂട്ടിക്കുന്നത്? ഇങ്ങനെ മുന്നോട്ട് നിങ്ങൾ എല്ലാവരും പ്രതികരിക്കും. നിങ്ങൾ കുറെ യൂട്യൂബർമാരില്ലേ, നിങ്ങൾ കുറെ മീഡിയക്കാരില്ലേ, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇടുമ്പോൾ കിട്ടുന്ന വ്യൂസ് കൊണ്ടല്ല നിങ്ങൾ മുൻപോട്ട് പോകേണ്ടത്. നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞ് ഇതുപോലെ മറ്റുള്ള ആൾക്കാരെ തകർക്കുന്ന ആൾക്കാരെ നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിലോട്ട് ഒറ്റ കൂട്ടായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ അവിടെ ഇല്ലാതാക്കി വിടണം. അവരുടെ കാരണം എന്ന് വെച്ചാൽ ഒരു വീടിന്റെ മുന്നിൽ വന്ന് കടന്നിട്ടാണ് കഴിഞ്ഞ ദിവസം ഇത്രയും ആക്രമണം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനൊക്കെ എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്? കുറച്ചു പേർക്ക് ജോലി കൊടുത്തു, എന്നാൽ ഇവര് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ 22 ദിവസമായി പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്. ഈ 22 ദിവസങ്ങൾ ഇവര് കൊടുക്കട്ടെ, ഓരോ കുട്ടികൾക്കും ജോലി കൊടുത്തിട്ട് ഇതുപോലെ സന്തോഷത്തോടെ ഫ്രീഡവും ഈ ഇത്രയും സാലറി അവര് മേടിച്ചു കൊടുക്കട്ടെ. ആരെങ്കിലും തയ്യാറാണോ? അല്ലല്ലോ. എന്താ ഇപ്പൊ ഇവിടെ നടക്കുന്നത്? എന്താണ് ഇവിടെ എന്തൊക്കെ കേരളത്തിൽ നടക്കുന്നു? എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു? അതൊന്നും എന്താ ആരും പൊക്കിക്കൊണ്ടുവരാത്തത്? അതൊന്നും ആർക്കും എങ്ങും പ്രതികരിക്കണ്ടേ? കുറെ പേർക്ക് സന്തോഷമാണ്. എൻ്റെ ഒരു സ്ഥാപനം പൂട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ ചിന്തിക്കുന്നില്ല ഈ സ്ഥാപനം പൂട്ടുമ്പോൾ നാളെ അവർ തുടങ്ങാനിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനും വിലങ്ങുതടിയാണ് ഇവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇന്ന് ഇഷ്ടമാണ് എന്നോട് സ്നേഹത്തെ നിന്നവർക്ക് താഴെ വന്ന് കുറച്ച് ബാഡ് കമന്റ് കാണുമ്പോൾ അത് വായിച്ച് രസിക്കാൻ ഇഷ്ടമാണ്. കാരണം അതൊരു എൻജോയ്മെന്റ് ആണ്. അവൾ പൂട്ടിയല്ലോ, ഇന്നലെ വരെ അവൾ പിള്ളേരുടെ കൂടെ കളിച്ച് ചിരിച്ച് നടന്നിട്ട് ഇന്നത് പൂട്ടിയല്ലോ എന്ന്. പക്ഷേ ആ പൂട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്ന ഒരു വിലങ്ങുതടിയാണ് ഇവരെ വളർത്തിക്കൊണ്ട് പോവുക. തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം. ആ പ്രതികരിക്കുന്നത് ചീത്ത വിളിച്ചും മറ്റൊരാളെ ദ്രോഹിച്ചും മറ്റൊരാളെ സമൂഹത്തിന്റെ മുന്നിൽ കീറി തേച്ചൊട്ടിച്ചുമല്ല പ്രതികരിക്കേണ്ടത്. അതിന് നിയമവ്യവസ്ഥകളുണ്ട്. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ നിയമത്തിന്റെ മുന്നിൽ അവർ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് നീതി തേടി നിയമത്തിന്റെ സഹായത്തോടെ മുന്നോട്ട് പോകണം. അല്ലാതെ ഈ വീടിന്റെ മുന്നിൽ വന്ന് ഇന്ന് കുറച്ച് പിള്ളേരുടെ ജോലി കളയിക്കുന്നതല്ല ഈ നാട്ടിലെ നീതി വ്യവസ്ഥ എന്ന് പറയുന്നത്. എനിക്കും ഈ സമൂഹത്തില് സ്വാതന്ത്ര്യമില്ലേ? എവിടുന്ന് ഒരു വ്യക്തി അയച്ചു തരുമ്പോൾ അതെല്ലാം കണ്ട് മുന്നോട്ട് പോകാനിരിക്കുന്ന വ്യക്തിയാണോ ഞാൻ? അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഓഫീസ് നിർത്തിയിരിക്കുകയാണ്. ആ നിർത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു സ്ത്രീകൾക്കും ഒരുപാട് പേര് പല മേഖലയിൽ എനിക്ക് സപ്പോർട്ടുമായി വന്നിട്ടുണ്ട്. അവരെല്ലാം ഭയക്കുന്നുണ്ട്. കാരണം അവരൊക്കെ പല രീതി, എനിക്കിപ്പോൾ ഇത് 1 വർഷം അടച്ചിട്ടാലും ദൈവസഹായത്താൽ ജീവിക്കാനുള്ളത് കാണും. പക്ഷെ അങ്ങനെയല്ല ഓരോരുത്തരും. അവർ കടം മേടിച്ച് വീട് ലോൺ വെച്ച് വസ്തു വിറ്റൊക്കെ തുടങ്ങി ഒത്തിരി കൊച്ചു കടക്കാരുണ്ട്, കൊച്ചു സംരംഭകരുണ്ട്.
അവരെ എല്ലാം രീതിയിൽ അവരുടെ ഭാഗത്തൊരു സംരംഭം തുടങ്ങുമ്പോൾ തെറ്റുകൾ ഉണ്ടാകുമെന്നേ. ഇപ്പൊ എല്ലാവരും അങ്ങ് ഈ എന്നെ ക്രൂശിക്കുന്ന ഇവരെല്ലാം പെർഫെക്റ്റ് ആണ്. ഇവരെല്ലാം പെർഫെക്റ്റ് ആണോ കേൾക്കുമ്പോഴാണ് നമുക്ക് വരുന്നത് ഇവരുടെയൊക്കെ ഭാഗത്ത് എന്തുമാത്രം തെറ്റുകളുണ്ട് ഇല്ലേ? ജയിലിൽ കിടന്നവരും പലയിടത്തുനിന്നും ബാൻ ചെയ്ത് വിട്ടവരും മറ്റുള്ളവരുടെ കേസുകളിൽ എന്റെ സ്റ്റേഷൻ പരിധി അടൂർ സ്റ്റേഷനാണ്. എന്റെ ആ പേരിൽ ഒരു പെറ്റി കേസ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. പ്രായം 33 ഉണ്ട്. നമ്മൾ ഒരാളെ ചീത്ത വിളിച്ച് മടിയുണ്ടാക്കി എന്നും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങി നടക്കുന്നവരല്ല. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ബിസിനസ് നടത്തുമ്പോൾ എന്തെങ്കിലും പരാതികൾ കൊച്ചു പിള്ളേർ കൊണ്ട് കൊടുത്തു കാണും, അത് അവിടെ വെച്ച് പരിഹരിച്ച് വിട്ട് കാണും. അല്ലാതെ നമ്മൾ ഇങ്ങനെ നടക്കുന്ന FIR ഇടുന്ന ആ ടൈപ്പൊന്നും അല്ല നമ്മൾ. പക്ഷേ ഇതുപോലെയുള്ള ആൾക്കാർ ഞങ്ങളെ ക്രൂശിക്കുമ്പോൾ നിങ്ങൾ കുറെ പേരെന്താ രംഗത്തേക്ക് വരാത്തെ? ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. കാരണം ഒരു സ്ഥാപനം പൂട്ടിക്കാനായിട്ട് കുറെ ആൾക്കാർ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതികരിക്കണ്ടേ? അതോ നെഗറ്റീവ്? ഇപ്പൊ ഒലീവിയയുടെ #ൽ 10 തെറി വിളിച്ച് സിബി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അപഹാസ്യപ്പെടുത്തി കഴിഞ്ഞാൽ, എന്നെ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ കുറെ റീച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ റീച്ചാണോ നിങ്ങളുടെയൊക്കെ ജീവിതം നിശ്ചയിക്കുന്നത്? ആണോ? പോസിറ്റീവ് ചെയ്യുന്നേ തെറ്റുണ്ടെങ്കിൽ, ഒലീവിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തെറ്റാണെങ്കിൽ അതിന് അതിന്റെ വ്യക്തമായ തെളിവുകളോട് കൂടി നിങ്ങൾ സമൂഹത്തെ കാണിക്കുക. ഞങ്ങൾ ഇന്നടുത്ത് പോയി, അവിടുന്ന് അത് കംപ്ലീറ്റ് തെറ്റാണ് എന്ന് കാണിക്കുക. അതിനൊരു സമയമില്ലേ? ഞാനും ഇപ്പുറത്ത് നിൽക്കുന്ന ആള് ജീവനോടില്ലേ? ഒരു ദിവസം വീഡിയോയിൽ വന്നില്ലെങ്കിൽ പറയാൻ ഒളിവിൽ പോവാന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എന്തിനു ഒളിവിൽ പോകണം? ഞാൻ എന്തിനു ഒളിവിൽ പോകണം? പിന്നെ റെസ്പെക്ട് ചെയ്യുന്ന CI സാറ് വിളിച്ചു, DYSP സാറ് വിളിച്ചു. ഞാൻ സാറിന്റെ പക്കൽ എത്തിയിട്ടുണ്ട്. എൻ്റെ സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരോടൊന്നും മോശമായി പെരുമാറാനോ അവരെ ബഹുമാനിക്കേണ്ടതാണ്. ഈ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ കാക്കിയെ ഞാൻ ബഹുമാനിക്കണം. അവരെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അവർ വിളിക്കുന്ന സമയങ്ങളിൽ ഞാൻ അവരുടെ അടുത്ത് എത്തുന്നുണ്ട്. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ഞാൻ ഈ യൂട്യൂബിൽ വന്നിരുന്ന ഈ നാട്ടിൽ മൊത്തം എന്നെ അറിയാത്ത ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, കാരണം എന്നെ ക്രൂശിക്കുന്നവർക്കൊന്നും എന്താ പറയുന്നത്, വിശുദ്ധ മദർ തെരേസയുടെ ആൾക്കാരാണ് കേട്ടോ എന്നെ ക്രൂശിക്കുന്നത്. കാരണം അവർക്കൊന്നും തെറ്റുകളില്ല. അവരൊന്നും എന്ന് വെച്ചാൽ ഇന്നലെ അങ്ങോട്ട് ജനിച്ചു വീണിട്ടേ ഉള്ളൂ. അവർക്ക് യാതൊന്നിനെ കുറിച്ച് അറിയില്ല. തെറ്റുകളേ ഇല്ലാത്തവർ എന്നെ ക്രൂശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് പുഞ്ചിരിയാ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ, അതായത് നമ്മളെ അറിയാവുന്ന ആൾക്കാരുടെ പോലും എടുത്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ തലയെ കൂടെ തുണിയിട്ട് ഓടേണ്ട ഗതിയുള്ളവരാണ് എന്നെ ക്രൂശിക്കാൻ വരുന്നവർ. പക്ഷെ ഞാൻ അതിൻ്റെ ഒന്നും പിന്നാലെ പോയിട്ടില്ല. എൻ്റെ ബിസിനസ് സ്ഥാപനം ഞാൻ ആരെയും പേടിച്ചിട്ട് പൂട്ടിയതല്ല. അങ്ങനെ പൂട്ടുമായിരുന്നെങ്കിൽ 20 ദിവസം ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞു. 21ാമത്തെ ദിവസമാണ് ഞാൻ കരയുന്നത്. അതിൽ ആ 20 ദിവസം എനിക്ക് വീഡിയോയുടെ അക്രമം ഇനി എന്ത് വരാനാ? 1200ഓളം വീഡിയോസുകളിൽ ഒരു സ്ത്രീയെ, അവരുടെ ഹസ്ബൻഡിനെ, ആ കുടുംബത്തിനെ, ആ സ്ഥാപനത്തിലുള്ള കുട്ടികളെ മോശപ്പെടുത്തിയപ്പോൾ ഇതാണോ ഇന്ന് കേരളത്തിലെ നീതി? ഇതാണോ ഇന്ന് കുറെ ആൾക്കാർ ഒരു ഫോണും ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് തോന്നിവാസങ്ങളും വിളിച്ചു പറയാമെന്നാണോ ഇവരുടെയൊക്കെ ലൈസൻസ്? ഇവർക്ക് ആര് കൊടുത്തു ഇങ്ങനത്തെ ലൈസൻസുകൾ? ഇവർക്ക് ആര് കൊടുത്തു ഇങ്ങനെ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാൻ? അതായത് എൻ്റെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് പോലും ഇടരുതെന്ന് ഈ യൂട്യൂബർക്ക് പറയാനുള്ളൊരു റൈറ്റ് ആര് കൊടുത്തു? ചിലപ്പം പല രീതിയിലുള്ള ഇത് വരുന്നിരിക്കാം. എന്തായാലും ഇവിടം വരെ എത്തി ഒരു കൂട്ടം ആൾക്കാർ, സത്യസന്ധരായ നിരപരാധികളായ ഒരു കൂട്ടം സംരംഭകരും അതേപോലെ തന്നെ സമൂഹത്തിൽ നല്ല അന്തസ്സോടെ ജീവിക്കുന്നവരും എൻ്റെ പക്കലുണ്ട്. പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെനിക്ക് ബാക്കിൽ നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളുണ്ട്. ഞാൻ പോകുന്നത് 10 യൂട്യൂബർമാർക്ക് ക്യാഷ് കൊടുത്ത് വീഡിയോസോ കാര്യങ്ങളോ അല്ല, നിയമത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതാണ് എൻ്റെ തീരുമാനം. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ, നമുക്കിപ്പോ ഇവിടെ ഇത് പൂർണ്ണമായിട്ട് നിർത്തിയെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് ഇവിടെ എത്ര സ്റ്റാഫുകളെയാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഒരുമിച്ച്? അവർ മൊത്തം പോയി ആർക്കെങ്കിലും ജീവിക്കണം എന്നുള്ള ഒരു ഷോപ്പിൽ ചെന്ന് നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ മുഖത്ത് നോക്കി ഒഴിവാക്കുന്ന ശരി. അവർക്ക് എല്ലാം ശമ്പളം എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാവരുടെ എല്ലാം സെറ്റിൽ ചെയ്തിട്ടില്ലേ വിട്ടേക്കുന്നത്? അവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ശമ്പളവും കാര്യങ്ങളെല്ലാം അത് അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്.